ഈ നമ്മുടെ തീവ്ര വിശ്വാസികളായിട്ടുള്ള ചില ആളുകളോട് ഇവൻ ഹിന്ദു വിരുദ്ധനാണ്, ഇവൻ ഹൈന്ദവ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവൻ പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? അവർ വിചാരിക്കും ശരിയാണ്, ഇവൻ ഹിന്ദുക്കൾക്കെതിരെ പറയുന്നവനാണ്. ഞാൻ പറയുന്ന ഓരോ വാചകങ്ങളും വാസ്തുവിനെതിരല്ല, ജ്യോതിഷത്തിനെതിരല്ല. ജ്യോതിഷം എന്ന് പറയുന്ന ഒരാളുടെ ജീവിതം തകർക്കാനല്ല, ഒരു കല്യാണം മുടക്കാനല്ല, ഒരു കുടുംബജീവിതം തകർക്കാനല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാനും വിവാഹങ്ങൾ നടത്താനും സാമ്പത്തികമായി നമ്മൾക്ക് ഉന്നമനം ഉണ്ടാക്കുവാനുമാണ്. അപ്പൊ ഞാൻ ഇത്ര കാര്യങ്ങൾ ഇത് പറഞ്ഞു. നിങ്ങൾ താഴെ ഊള, ഇവ വിശ്വാസം ഇല്ലാത്തവനാണെന്ന് പറയുന്നതിന് പകരം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കാര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് മാത്രമാണ് എന്റെ ചിന്ത. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ വിവാദ നായകനായിട്ടുള്ള ജ്യോതിഷിയും മോട്ടിവേഷണൽ സ്പീക്കറും ഒക്കെ ആയിട്ടുള്ള ഹരി പത്തനാപുരം ജിയാണ്. അങ്ങേ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കുറെ അധികം ചോദ്യങ്ങളുണ്ട് ഞങ്ങൾക്ക് അങ്ങയോട് ചോദിക്കാൻ. കാരണം അങ്ങയുടെ ഏത് സ്പീച്ച് നമ്മള് സോഷ്യൽ മീഡിയയിൽ കണ്ടാലും വൈറലാകുക എന്നുള്ളതാണ് കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങള് അങ്ങനെ ഒരു വലിയൊരു വൈറൽ ആകേണ്ട ഒരു ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. അതിന് എന്നോട് ക്ഷമിക്കണം. അങ്ങയെ കുറിച്ചിട്ട് എതിരാളികൾ അഥവാ ജ്യോതിഷം തെറ്റായി കൈകാര്യം ചെയ്യുന്ന കുറെ അധികം വ്യക്തികളെങ്കിലും പറയുന്ന ഒരു ആരോപണമാണ് അങ്ങ് ജ്യോതിഷികളിലെ കുലംകുത്തിയാണ് എന്നുള്ളത്. എന്താണ് അതിനെ കുറിച്ചിട്ട് അങ്ങേക്ക് പറയാനുള്ളത്? അതെ, നമ്മൾ കുറെ കാലങ്ങൾ ഈ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ സമാജത്തിലെ ആളുകൾ അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത് ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾ വലിയ സാമ്പത്തിക നേട്ടം കൊയ്യാണ്. നമുക്കറിയാം, പണ്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന വലിയ വലിയ തറവാടുകളുണ്ട്, ഒരുപാട് ഭൂസ്വത്തുള്ള ആളുകളുണ്ട്, ഒരുപാട് സമ്പന്നമായ ഫാമിലികളുണ്ട്. അതിൽ തകർന്നു പോയത് പലപ്പോഴും പല ഘടകങ്ങളുണ്ട്. ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യമില്ലായ്മ, ഈ മക്കളും അച്ഛനും തമ്മിലുള്ള ഐക്യമില്ലായ്മ, സ്വത്തുക്കൾ വിറ്റ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പണം വാങ്ങി എന്തും ചെലവഴിക്കുന്ന, ആർഭാടം കാണിക്കുന്ന രീതി. അതിലൊരു വലിയ വിഭാഗം ഈ മന്ത്രവാദികൾ, ദുർമന്ത്രവാദികളായിട്ടുള്ള ആളുകൾ. അത് ശരിക്കും ഈ ഹൈന്ദവ സമാജത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയാം. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ല, പരസ്പരം ശത്രുതയാണ്. അവര് എനിക്ക് ആ സഹോദരി എന്തോ ശത്രുത ചെയ്തു, അല്ലെങ്കിൽ അച്ഛൻ മകൾക്ക് ശത്രുത ചെയ്തു, അമ്മായിയമ്മ മരുമകൾക്ക് ശത്രുത ചെയ്തു എന്നുള്ള നിലയിൽ പേടിച്ചുകൊണ്ട് ഇതിന് പരിഹാരങ്ങൾ ചെയ്യാൻ പല ആളുകളുടെ സമീപത്ത് ചെന്ന് അവരെ ആ ചെല്ലുന്ന ആളുകളെ ചൂഷണം ചെയ്തൊരു വലിയ വിഭാഗം ആളുകൾ ചേർത്ത് വരികയായിരുന്നു. അപ്പൊ എൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്, ഈ ഹൈന്ദവ സമാജത്തിലെ ആളുകൾ അവരുടെ പണം ഇത്തരം കാര്യങ്ങൾ ഒരു പ്രത്യേക ആളുകളിലേക്ക് മാറാതിരിക്കാൻ, ദുർമന്ത്രവാദികളാണെങ്കിലും അത്തരം ആളുകളിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടെടുത്തപ്പം സ്വാഭാവികമായിട്ട് സാമ്പത്തികമായി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വലിയൊരു വരുമാനം നിലയ്ക്കുമ്പം എതിർപ്പുണ്ടാകും. അത് നമ്മൾ എല്ലാ മേഖലയിലും അങ്ങനെ എതിർപ്പുണ്ടാകും. അപ്പൊ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാഭ്യാസ അവാർഡിന് പോയപ്പോ ഒരു ചേച്ചി എന്നോട് എന്ന് പറഞ്ഞു, ഒരു ആസ്ട്രോളജർ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിമർശിക്കുന്നുണ്ട് കുറെ പേരുടെ കൂട്ടത്തിൽ, ഒരു എറണാകുളത്തിന് അപ്പുറത്തുള്ള ആൾ. അപ്പൊ വിളിച്ചപ്പോ 70,000 രൂപയുടെ പൂജയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ 70,000 രൂപ പൂജ ഞാൻ കാരണം നിങ്ങൾ ചെയ്തില്ല, അപ്പൊ ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എതിർപ്പുണ്ടാകും എന്ന് പറയുന്നത്. അപ്പൊ എന്റെ കോൺസെപ്റ്റ് ഇതേ ഉള്ളൂ, നല്ലൊരു നമ്മളുടെ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ജ്യോതിഷം. വളരെ നല്ലൊരു കാര്യമാണ് ജ്യോതിഷം. അതിനെ പോസിറ്റീവായിട്ട് നമ്മുടെ സമാജത്തിലുള്ള ആളുകളെ ശക്തിപ്പെടുത്താൻ, അവർക്ക് സാമ്പത്തികമായി ഉയരാൻ, അവരെ ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ ജ്യോതിഷത്തെ ഉപയോഗിക്കണം എന്നുള്ളതാണ് എന്റെ ചിന്ത. അപ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പുകളും ഉണ്ടാകും. വളരെ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങ് ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായിട്ട് ഒരു ഹൈന്ദവ സമൂഹത്തിന്റെ മാത്രമല്ല, മനുഷ്യരുടെ, സാധാരണ എല്ലാ വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെയും പ്രശ്നങ്ങൾക്ക് വളരെ പ്രായോഗികമായ ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കുള്ള അനുഭവം. അങ്ങയുടെ പല സ്പീച്ചുകളിൽ നിന്നും എനിക്കത് മനസ്സിലായിട്ടുമുണ്ട്. എന്നിട്ട് പോലും അങ്ങയെ ഇത്തരക്കാർ, അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനോവിഷമങ്ങളെ ചൂഷണം ചെയ്യുന്നവര് ഹിന്ദു വിരുദ്ധനായിട്ട് ചിത്രീകരിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങ് വാസ്തുവിദ്യയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങ് വ്യക്തമായി പറയാറുണ്ട്, വാസ്തു എന്നത് വീട് നിർമ്മിക്കാനുള്ളതാണ്, അല്ലാതെ പൊളിക്കാനുള്ളതല്ല. ഇത്തരം ചൂഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
ലക്ഷ്മി, ഇതിപ്പം താങ്കൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ താങ്കളെ ഈ അടുത്ത സമയത്തായിട്ട് പഠിക്കുന്നതിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, താങ്കൾക്ക് ഇതിൽ അത്യാവശ്യം പാണ്ഡിത്യമുണ്ട്. താങ്കൾക്ക് അറിയാം എന്താണ് ജ്യോതിഷം, എന്താണ് വാസ്തു എന്നത്. അപ്പൊ ഇത് അറിയാത്ത വലിയൊരു വിഭാഗം ഹൈന്ദവ ജനത നമ്മുടെ മുമ്പിലുണ്ട്. ഈ നമ്മളുടെ ഒരു പ്രശ്നം, നമ്മളുടെ ഗ്രന്ഥങ്ങളൊക്കെ സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും പല ആളുകൾക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഈ നമ്മുടെ തീവ്ര വിശ്വാസികളായിട്ടുള്ള ചില ആളുകളോട് ഇവൻ ഹിന്ദു വിരുദ്ധനാണ്, ഇവൻ ഹൈന്ദവ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവൻ പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? അവർ വിചാരിക്കും ശരിയാണ്, ഇവൻ ഹിന്ദുക്കൾക്കെതിരെ പറയുന്നവനാണ്. ഞാൻ പറയുന്ന ഓരോ വാചകങ്ങളും വാസ്തുവിനെതിരല്ല, ജ്യോതിഷത്തിനെതിരല്ല. ജ്യോതിഷം എന്ന് പറയുന്ന ഒരാളുടെ ജീവിതം തകർക്കാനല്ല, ഒരു കല്യാണം മുടക്കാനല്ല, ഒരു കുടുംബജീവിതം തകർക്കാനല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാനും വിവാഹങ്ങൾ നടത്താനും സാമ്പത്തികമായി നമ്മൾക്ക് ഉന്നമനം ഉണ്ടാക്കുവാനുമാണ്. അതുപോലെയാണ് വാസ്തുവും. ഒരു ഗൃഹം ഇടിച്ചു പൊളിക്കാനല്ല വാസ്തു, നമുക്ക് പകരം വീടുകൾ നിർമ്മിക്കപ്പെടാനാണ് വാസ്തു. നമ്മുടെ ആളുകൾ വീടിപ്പോ ഉദാഹരണമായിട്ട് ലൈഫ് പദ്ധതിയിലൊക്കെ വീട് വെക്കാൻ വേണ്ടി പോകുന്ന പാവപ്പെട്ട വിശ്വാസികളായിട്ടുള്ള ആളുകളോട് അവിടെ വരുത്തുപോക്കാണ്, പ്രശ്നമാണ്, വീട് വെച്ചാൽ കുഴപ്പമാണ്, ഒരു 50,000 രൂപ തരൂ എന്ന് പറയുന്ന കണ്ണിൽ ചോരയില്ലാത്തൊരു പരിപാടി. കാരണം അവർ വളരെ കഷ്ടപ്പെട്ടാണ്. നമുക്കറിയാം, ലൈഫ് പദ്ധതിയിലെ പണം കൊണ്ടൊരു വീട് പൂർത്തിയാക്കാൻ കഴിയില്ല, കയ്യിൽ നിന്നും പണം വേണം. അങ്ങനെ കടം വാങ്ങാൻ നിൽക്കുന്ന ആളുകളെ വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഈ വാസ്തുവിന്റെ പേരിലും മറ്റും വലിയ തോതിൽ പൈസ വാങ്ങുന്ന ഒരു ഏർപ്പാട്. ഒരാൾ ഒരു വസ്തു വിൽക്കാൻ നോക്കിയാൽ ആ സ്ഥലത്ത് അവിടെയുള്ള വാസ്തു ആളുകളെ മുഴുവൻ പോയി കാണേണ്ടുന്ന ഒരു അവസ്ഥ. കാരണം ഇല്ലെങ്കിൽ വരുന്നവരോടെല്ലാം ആ വസ്തു കൊള്ളില്ല, അവിടെ പണ്ട് അതിന്റെ സമീപത്ത് കാവുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു എന്ന് പറയാം. അതായത് ഒരുപക്ഷെ പലപ്പോഴും ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ആരും സഹായിക്കാനില്ലാതെ നിൽക്കുമ്പോൾ, ആ സന്ദർഭത്തിലായിരിക്കും ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഒരു വസ്തു വിൽക്കാൻ നോക്കുന്നത്. അല്ലാതെ ആരും ബോധപൂർവം അവരുടെ കുടുംബ വസ്തു വിൽക്കാനൊന്നും ഇന്നത്തെ കാലത്ത് ശ്രമിക്കാറില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാൾ വസ്തു വിൽക്കാൻ തോന്നുമ്പോൾ പോലും വാങ്ങാൻ വരുന്ന ആളുകളെ കാരണങ്ങൾ വാസ്തുവിൻ്റെത് നിരത്തി പറഞ്ഞാൽ ഓക്കെ, എന്തും പറഞ്ഞ് അവരെ തെറ്റിപ്പിക്കുന്ന രീതി. അതുപോലെ ഒരു വീട് വെക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം, ഒരു ഗൃഹനിർമ്മാണം ഒരാൾ പൂർത്തിയാകുമ്പോൾ അയാൾക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം അവരുടെ വരുമാന സ്രോതസ്സിനുള്ളിൽ നിന്നുകൊണ്ട് അവർ വീട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നീട് അവരുടെ ഈ വരുമാനം അതുപോലെ നിൽക്കുകയും ചെലവ് കൂടുകയും ചെയ്യും. കാരണം ലോണൊക്കെ അടയ്ക്കേണ്ടി വരും. അപ്പൊ വീടുകളിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവും. ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഈ ഒരു വാസ്തുവിനെ പോയി കാണുമ്പോൾ അവിടെ കുഴപ്പമാണ്, അത് ഇടിച്ചു പൊളിക്കാൻ പറയുന്നു. ഒരാൾ പറയുന്നത് കേട്ട് ഇടിച്ചു പൊളിക്കുന്നു, മറ്റൊരാൾ വന്നത് കെട്ടാൻ പറയുന്നു. ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ കയ്യിൽ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, ഞാൻ അത് ലക്ഷ്മി ഒരിക്കൽ കേൾപ്പിക്കാം. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരു പയ്യൻ ഗൾഫിൽ ദുബൈയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവൻ നാട്ടിലൊരു വീട് വെക്കുന്നു. വീട് വെച്ച് അവൻ ഗൃഹപ്രവേശനത്തിന് ഏതോ ഒരു 5-ാം തീയതി, കുറെ മാസങ്ങൾക്ക് മുമ്പാണ്, 5-ാം തീയതി കയറി താമസിക്കാൻ മുഹൂർത്തം എടുക്കുന്നു. എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ അമ്മയുടെ അടുത്ത് അതുവഴി പോയ ഒരു വാസ്തു ഒരാൾ കയറിയിട്ട് പറയുകയാണ്, യൂറോപ്യൻ ക്ലോസറ്റിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല, അങ്ങനെ ഇരുന്നാൽ മകൻ മരിച്ചു പോകുന്നത്. ഈ അമ്മമാരെ സംബന്ധിച്ചും മക്കൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വൈകാരികമായി വലിയൊരു അവരുടെ ഒരു ഇമോഷണൽ പ്രശ്നമാണത്. മക്കൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഒരു അമ്മ എന്തും ചെയ്യും. അങ്ങനെ ആ അമ്മ ഈ മകനെ മരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്ലോസറ്റ് മുഴുവൻ തിരിച്ചു വെക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവ അവിടെ കഷ്ടപ്പെട്ടിട്ട് മുണ്ടുമുറുക്കിയെടുത്ത് മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ലോണൊക്കെ എടുത്തിട്ടാണ് വീട് വെച്ചത്. അപ്പൊ അവനോട് ഈ യൂറോപ്യൻ ക്ലോസറ്റ് പിന്നെയും മാറ്റണമെന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയോളം ചെലവാണ്. അവൻ എനിക്ക് വോയിസ് അയച്ചു, എന്റെ ഫോണിൽ ഇപ്പോഴും വോയിസ് ഉണ്ട്. ഞാൻ ആ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ, അമ്മേ, പണ്ട് അയ്യത്തും ആറ്റുപക്കത്തും പറമ്പിലും ഒക്കെയാണ് പണ്ട് ആളുകൾ പൊക്കോണ്ടിരുന്നത്. കിഴക്കെവിട, പടിഞ്ഞാറെവിട, തെക്കെവിട, വടക്കെവിട എന്നറിയില്ല. നമ്മൾ ഒരാൾ കാണാതിരിക്കണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇത് മറപ്പുരകളായി. പിന്നീട് പണം കുറഞ്ഞപ്പോൾ വെസ്റ്റേൺ കൾച്ചർ എടുത്തുകൊണ്ട് നമ്മൾ ഇത് വീടിനുള്ളിലേക്ക് ആക്കിയതാണ്. വാസ്തു ഗ്രന്ഥങ്ങളിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ല. അത് നമ്മുടെ ഹൈന്ദവ വിശ്വാസികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. വാസ്തു ഗ്രന്ഥങ്ങളിൽ അതില്ല. അത് ഇടിച്ചു പൊളിക്കാൻ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ ഉടനെ ഇത് കേട്ടോളൂ, ഇടിച്ചു പൊളിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഇപ്പൊ ഞാൻ ഇത്ര കാര്യങ്ങൾ ഇത് പറഞ്ഞു, നിങ്ങൾ താഴെ ഊള, ഇവൻ വിശ്വാസം ഇല്ലാത്തവനാണെന്ന് പറയുന്നതിന് പകരം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കാര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് മാത്രമാണ് എന്റെ ചിന്ത. അത് നമ്മുടെ ഭഗവത്ഗീതയിൽ പോലും പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് അതിഗഹനമായ ജ്ഞാനം പകർന്നു നൽകുന്നു, നിങ്ങൾ ഇത് വിമർശന ബുദ്ധിയാ വിശകലനം ചെയ്ത് ഏതാണോ യുക്തിക്ക് നിരക്കുന്നത് സ്വീകരിക്കണം എന്നാണ്. നമുക്കറിയാം, നമ്മളുടെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഗോപാലകൃഷ്ണ സാറ്. അദ്ദേഹം കൃത്യമായി, അദ്ദേഹം ജ്യോതിഷം പഠിച്ച ആളാണ്. കൃത്യമായി ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദുവിരുദ്ധനാണെന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. ഹൈന്ദവ വിഭാഗത്തെ ശക്തിപ്പെടുത്താൻ, അവർക്ക് വീട് വെക്കാൻ, അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ഏത് വിഭാഗവും ആയിക്കോട്ടെ, വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ശക്തിപ്പെടുത്താൻ, അവർക്ക് വീട് വെക്കാൻ, അവർക്ക് നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യത്തെ
ചിലർക്ക് മാത്രം പണം ഉണ്ടാക്കാനും ഇടിച്ചു പൊളിക്കലുകൾക്കും മാത്രമായി ഉപയോഗിക്കപ്പെടുമ്പോൾ വേദനയുണ്ട്. അത് ചെയ്യാൻ പാടില്ല. നമുക്ക് ജീവിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നമുക്ക് വീട് വേണം. പഴയ എല്ലാ തറവാടുകളും ഈ വാസ്തുവിന്റെ പേരിലൊക്കെ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. ഇനിയെങ്കിലും അത് പാടില്ല. വീട് വെക്കാനാണ് വാസ്തു, വീട് ഇടിച്ചു കളയാനല്ല വാസ്തു.